പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പിതൃവേദി പ്രവാസി പെൻഷൻ എന്നൊരു സ്കീം കേരള ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതിന് നമ്മളുടെ ഒട്ടേറെ രൂപതയിലെ സാലു ജോസാണ് അവിടുത്തെ ആൾക്കാരെ ആദ്യമായി അതിൽ ചേർക്കുകയും അത് നമ്മുടെ രൂപതയിൽ അത് എല്ലാ ഇടവകയിലേക്കും വ്യാപിപ്പിക്കുവാനൊക്കെ ശ്രമിക്കുകയും ചെയ്തത്. കഴിഞ്ഞ പിതൃവേദി അത് വളരെ കാര്യമായി ചെയ്തു. ഞങ്ങളും അത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ അതിൻ്റെ കൂടെ അപ്പോൾ ഇതിൻ്റെ ഡേറ്റ എല്ലാം ശേഖരിച്ച് വെച്ചത് ബെന്നി തോമസ് സാന്തോൻ ഇടവകയിലെയാണ്. പുള്ളി നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ക്ലാസ് എടുക്കും. പുള്ളി അദ്ദേഹത്തെ ഈ ക്ലാസ് എടുക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡേസനച്ച, ഭാരവാഹികളെ, പ്രിയപ്പെട്ട സ്നേഹമുള്ള അംഗങ്ങളെ, ക്ലാസ് എടുക്കുവാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ക്ലാസ് എടുക്കുന്ന ഏകദേശം 3/4 മണിക്കൂർ 1 മണിക്കൂറോടെ. എനിക്ക് തന്നിരിക്കുന്നത് 10 നിമിഷമാണ്. ഞാൻ എന്താണ് ഇത് എൻ്റെ അനുഭവം എന്ന് പങ്കുവയ്ക്കാം. അതിനു മുൻപായി ഈ മുഴുനീള പ്രോഗ്രാം, അതായത് പിതൃവേദിയുടെ ഒരു മുഴുനീള ദിന പ്രോഗ്രാമാണ് ആദ്യമായാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മുകളിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ ആരോടോ സൂചിപ്പിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ഡേയ്സനച്ചനും കമൻറ്റി അങ്കിൾക്കും സാജു അച്ഛനും നല്ലൊരു കൈ കൊടുത്ത് നമുക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കാം. വളരെ നന്ദി. ഈ പിതൃവേദി ഇനിഷ്യേറ്റീവ് എടുത്ത പ്രവാസി പെൻഷൻ ഈ സ്കീമിന് ഇങ്ങനെയൊരു അഭിനന്ദന ഒരുക്കുവാനും അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം തന്നതും എനിക്ക് തോന്നുന്നത് ആദ്യമായി ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. വേറെ എങ്ങും ഞങ്ങളെ ഇതുപോലെ ഒന്ന് വിളിക്കുകയോ ഞങ്ങളെപ്പറ്റി പറയുകയോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് മുൻപായി ഇവിടെ വന്ന കുര്യനെയും ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ പ്രോഗ്രാമുകൾ, പിതാ ബ്ലഡ് ഡേറ്റ ബാങ്ക്, അതുപോലെ തന്നെ ഈ പ്രവാസി പെൻഷൻ, ഈ പറയുന്ന സ്കീമുകളെല്ലാം നടപ്പാക്കിയത്. നിങ്ങൾക്കറിയാം, ഏത് പ്രോഗ്രാമിനും നമ്മളതിൻ്റെ വിജയത്തിനായിട്ട് ഒരു ഫീൽഡ് വർക്ക് വേണം, നല്ലൊരു ഫീൽഡ് വർക്ക് വേണം. അപ്പോൾ എനിക്ക് ശക്തമായ ഫീൽഡ് വർക്ക് ചെയ്തു തന്ന, ഇതിനു മുന്നേ ആനിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒട്ടേരി ഇടവകയിൽ നിന്നുള്ള സാലു ചേട്ടനാണ്. സാലു ചേട്ടനെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഫ്രണ്ടിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. എൻ്റെ റെക്കോർഡ്സിൽ ഏകദേശം എൻ്റെ ഡേറ്റാബേസിൽ ഓൾമോസ്റ്റ് 200ഓളം അംഗങ്ങളുണ്ട്. അതിനകത്ത് ഏകദേശം 80% അംഗങ്ങളും ഒട്ടേറെ ഇടവകയിൽ നിന്നാണെന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്. കാരണം 5 വർഷത്തോളമായിട്ട് ഈ ഒട്ടേരി ഇടവകയിലെ ഓരോ അംഗത്തെയും ഡിസംബർ മാസം മുതൽ ഏകദേശം ഏപ്രിൽ മാസം വരെ തുടർച്ചയായി വിടാതെ പിടികൂടി ഇവരുടെ സബ്സ്ക്രിപ്ഷൻ അടപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതും ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നതും സാലു ചേട്ടനാണ്. അതുകൊണ്ട് സാലു ചേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു 200ഓളം പേരെ ചേർത്തു. അതിൽ 28 പേര് ഇതുവരെ പെൻഷൻ അർഹരായി, സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. 26 പേര് പെൻഷൻ വാങ്ങിച്ചു തുടങ്ങി. മാസം 3000 രൂപ അവർക്ക് പെൻഷൻ വാങ്ങുകയാണ്. അതിൽ ഏറ്റവും ആദ്യം പെൻഷൻ വാങ്ങിച്ച ആൾ മിസ്റ്റർ പോൾസൺ. ഞാൻ ഇന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. ഒട്ടേറെ ഇടവകയിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങൾ തമ്മിൽ ഏകദേശം 5 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ ഓഫ്ലൈൻ ഡിസ്കഷനുണ്ട്, പക്ഷേ ഓൺലൈനായിട്ട് കാണുന്നത് എന്നാണ്. ബഹുമാനപ്പെട്ട പോൾസൺ ചേട്ടനെ ഈ ഫ്രണ്ടിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. ഒരു കൈയടി കൊടുത്ത് അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാം. പിന്നെ അവസാനമായിട്ട് പെൻഷൻ വാങ്ങിയത് എൻ്റെ ഇടവകയിൽ തന്നെയുള്ള സേവരിയേട്ടനാണ്. സേവരിയേട്ടൻ 26ാമത്തെ ആളാണ്. സേവരിയേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്.
ഞാൻ പറഞ്ഞുവല്ലോ, ഇവർ രണ്ടുപേരും 3000 രൂപ വീതം എല്ലാ മാസവും പെൻഷൻ വാങ്ങിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് കൂടുതലൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയമില്ല. ഒട്ടേറെ ക്ലാസ്സുകൾ ഇതിനു മുന്നേ നമ്മൾ പല ഇടവുകളിലായി എടുത്തിട്ടുണ്ട്. പല പേരും പിതൃവേദി വഴിയായിട്ടും അല്ലാതെയും ഇതിലിട്ട് ചേർന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഇപ്പോഴത്തെ ടീമിനോട് റിക്വസ്റ്റ്, എന്തുകൊണ്ടാണ് കൂടുതൽ അംഗങ്ങൾ ഇതിലേക്ക് വരാത്തത് എന്നുള്ള ഒന്ന് കാര്യം, അതിൻ്റെ റൂട്ട് കോസ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാനിപ്പോൾ ആണെങ്കിലും ഡെയ്സനച്ചനാണെങ്കിലും ഇടവകയിൽ നിന്ന് ഒരു 5-6 പേര് ലേഡീസ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം അത് വന്നില്ല. ഒരു പക്ഷേ അതിന് കാരണങ്ങളുണ്ടാകാം. ഒരു പക്ഷേ അവരുടെ ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റേഷനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ഇതൊക്കെ അത്ര നിസ്സാരമായിട്ട് കരുതരുത്. കാരണം നമുക്ക് ജീവിതാവസാനം വരെ പെൻഷൻ കിട്ടുന്നതാണ്. നമ്മൾ പിണറായി സർക്കാരിനെ കുറ്റം പറഞ്ഞാലും എൻ്റെ അനുഭവത്തിൽ ഈ പെൻഷൻകാർ തുടക്കം മുതൽ ഇന്ന് വരെ മുടക്കം കൂടാതെ 3000 രൂപ എല്ലാ മാസവും 15-ാം തീയതിക്ക് മുന്നേ പിണറായി സർക്കാർ ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിണറായി സർക്കാരിനെ അനുകൂലിക്കുകയല്ല, എങ്ങാലും ഞാൻ കണ്ട ഒരു കാര്യമാണ്. ഇതുവരെ അതിന് ഒരു മുടക്കവും വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, ഇതിനെ സംശയദൃക്കുകളായിട്ട് വീക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഇത് ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു ബില്ലാണ്. ഇപ്പം ഞാൻ ലോയറൊന്നുമല്ല, എങ്കിലും നമുക്കറിയാം സർക്കാർ സംവിധാനത്തിൽ നിയമസഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ അത് സർക്കാർ നിറവേറ്റേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിന് അല്ലെങ്കിൽ അടുത്ത സർക്കാരിന് അത് ബാധ്യതയാണ്. അല്ലെങ്കിൽ അത് കോടതിയിലും സുപ്രീം കോടതിയിലെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം 55-നോടടുത്ത ആൾക്കും വേണമെങ്കിൽ ഇതിനകത്ത് ചേരാം. എന്തുകൊണ്ടാണ് 55 എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് 18 വയസ്സ് മുതൽ ചേരാം. പക്ഷേ നമുക്ക് ഓരോ മാസവും അഡീഷണൽ ആയിട്ട് കിട്ടുന്ന പെൻഷൻ ഒരു മാസം 90 രൂപ മാസമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 55-നോടടുത്തവർ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 3000 രൂപ ആരാംസെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ഈ 18 വയസ്സിൽ ചേർന്ന് ദീർഘകാലം അടയ്ക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ ചിലപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഒക്കെ ഒരു നല്ല സ്കീം കൊണ്ടുവന്ന അയ്യോ ഇതിന് ചേരേണ്ടിയിരുന്നില്ല എന്ന് നിരാശരാകരുത്. അതുകൊണ്ടാണ് ഈ 55-നോടടുത്തൊരു പ്രായം ഞങ്ങൾ വെക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർക്കെല്ലാം നമ്മൾ അവസരം കൊടുക്കുന്നതാണ്. ഞങ്ങൾ ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുവാനുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 5 വർഷവും നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഗവൺമെൻറ്റുമായിട്ട് തുടർച്ചയായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാകണം. തിരുവനന്തപുരത്ത് അതിൻ്റെ ഈ പ്രോപ്പറായിട്ട് ഈ പ്രവാസി പെൻഷൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷനുകളിലെ ആളെ കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടി. ഇതെല്ലാം ഫോണിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ അവരുടെ പർട്ടിക്കുലർ ഇമെയിൽ ഐ ഡി കണ്ടുപിടിക്കാനായിട്ട് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് ആൾക്കാർ ഇവിടെ എറണാകുളത്തും തിരുവനന്തപുരത്തും അങ്ങനെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഏകദേശം അറിവ് എനിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ പരിചയത്തിൻ്റെ പുറത്ത് ഇതിൻ്റെ നിയമവശങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇതൊക്കെ ഇത്രയും നാളും ചെയ്തതിൻ്റെ ഒരു ബലത്തിൽ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയുവാൻ കഴിയും. ഇതിൻ്റെ ഏത് ഡോക്യുമെൻറ്റേഷനും പ്രോബ്ലമുള്ള ഏത് കേസുകളും എനിക്ക് അത് സക്സസ് ആക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അതിനൊരു തെളിവാണ് നമ്മുടെ സേവറിയേട്ടൻ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആയിട്ട് ഏകദേശം 6 വർഷമായിരുന്നു. അതുപോലും അത് ഞങ്ങളാണ് പിതൃവേദിയാണ് അത് തരപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷമാണ് പുള്ളിക്ക് പെൻഷൻ അപ്ലൈ ചെയ്യുവാനായിട്ട് പെൻഷനില്ല, അദ്ദേഹം 5 വർഷമായിട്ട് അടയ്ക്കുന്നുണ്ടായിരുന്നു. പെൻഷൻ പ്രോപ്പറായിട്ടുള്ള ഒന്നുകിൽ SSLC ബുക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ അഡ്രസ്സുള്ള പാസ്പോർട്ട്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും വേണം. ഇതൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ ഒട്ടേറെ ഇടവകയിൽ ഒരു 4-5 പേരോളം വളരെ ബുദ്ധിമുട്ടി. അത് ഏകദേശം 1 വർഷത്തോളം എടുത്തു. അവരുടെ പെൻഷൻ പെൻഡിങ് ആയിരുന്നു. പക്ഷേ സന്തോഷത്തോടെ പറയട്ടെ, അവരുടെ പെൻഷനും ഞങ്ങൾക്ക് പാസ്സാക്കി എടുക്കുവാൻ സാധിച്ചു. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ഇതിന് തുടക്കമിട്ടത് ഞങ്ങളുടെ പിതൃവേദി, ഞാൻ 2019-2022 പിതൃവേദി സെൻട്രൽ ടീമിനെയാണ് പ്രതിനിധീകരിച്ചത്. പക്ഷേ അതിന് മുന്നേ 2019 ടീം ഡയറക്ടർ അച്ഛനായിരുന്നത് ആൻഡോ കരിപ്പായച്ചൻ്റെ ദീർഘവീക്ഷണവും അതുപോലെ തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കി, ഇതിൻ്റെ ശക്തമായ ഇതിൻ്റെ നേട്ടങ്ങൾ പുള്ളി മനസ്സിലാക്കി. പല സ്കീമിനെക്കുറിച്ചും പുള്ളി പഠിച്ചിരുന്നു. ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നത് ലീഗൽ സെല്ലിൽ ആൻഡോച്ചനോട് വരുന്നതിന് മുന്നേ അവിടെ ലീഗൽ സെല്ല് ഇരിങ്ങാലക്കുട രൂപത ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള നേട്ടങ്ങളെക്കുറിച്ച്, അവിടെയുള്ള പെൻഷൻ പദ്ധതികളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും ഒക്കെ പുള്ളി കമ്പയർ ചെയ്ത് പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് എന്നോട് ശക്തമായിട്ട് പറഞ്ഞു,
പറഞ്ഞു ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം. ആൻഡോച്ചനാണ് എനിക്ക് പ്രോത്സാഹനം തന്നത് ഇത് കൂടുതലും പഠിക്കുവാനായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും. അതുപോലെ 2019 മുന്നേയുള്ള ടീമാണിത്. ഇൻസെപ്ഷൻ അവരാണ് ഇത് തുടക്കം കുറിച്ചത്. ആ തുടക്കത്തിൽ അവർക്ക് കുറച്ച് കൂടുതൽ കുറച്ച് ലഘുലേഖകളൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു ചെറിയ അവയർനെസ് ഒക്കെ വെച്ചു. പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ ചേട്ടനെ അനുസ്മരിക്കുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ കൈകളിൽ കിട്ടിയതിന് ശേഷമാണ് ഇത് കൂടുതൽ ഫ്ലറിഷ് ആയത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകിച്ച് സാലു ചേട്ടൻ്റെ ഇടവക, പെരമ്പൂർ, അതുപോലെ തന്നെ കീൽക്കെട്ടിലെ അത്തിപ്പെട്ട്, ഇങ്ങനെയുള്ള പല ഇടവകളിൽ പോയി ഞങ്ങൾ ക്ലാസ് എടുത്തിരുന്നു. കുറേ പേരൊക്കെ അവരുടേതായിട്ട് പിതൃവേദിയുടെ വഴി വരാതെ അവരുടേതായിട്ട് തന്നെ ചേർന്നു. ഓക്കെ, നമ്മൾ കൊടുത്ത ഒരു ചെറിയ അറിവ് വെച്ച് അവർ തന്നെ പ്രൊസീഡ് ചെയ്താൽ ഓക്കെ. അതുപോലെ തന്നെ അച്ഛന്മാരിൽ പല പേരോട് ഞാൻ പറഞ്ഞിരുന്നു, 60 വയസ്സിനടുത്ത് അച്ഛന്മാർ. ജോർജ് ചിറമേലച്ഛൻ ഈ മെയ് 1-ാം തീയതി അദ്ദേഹം പെൻഷൻ അർഹരാകുകയാണ്. അതുപോലെ ഞാൻ പേരപ്പാടൻ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു, 60 വയസ്സ് മുന്നേ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചു. അദ്ദേഹത്തിന് പൈസയ്ക്ക് കൂടുതൽ ആവശ്യമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് അദ്ദേഹം ചേർത്തില്ല ഇതുവരെ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണല്ലോ, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ ഇടവകയിൽ നിന്ന്, അയനാവര ഇടവകയിൽ നിന്ന് ധാരാളം പേരുണ്ട്. റോയപ്പെട്ട ഇടവകയിൽ നിന്നുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ അനുസ്മരിക്കുന്നു. റോയപ്പെട്ടയിൽ ജോസിയേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ജോസിയേട്ടൻ അവിടെ വളരെയേറെ പേരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. റോയപ്പെട്ട ഇടവകയിൽ കുറച്ച് പേര് കൊറോണ ടൈമിൽ അവർ നിർത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ജസ്റ്റ് ഒരു 5 മാസം മുന്നേ 2 പേർക്ക് പെൻഷൻ ആയതോടുകൂടി അവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ബെന്നിച്ചേട്ടാ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങളുടെ അരിയേഴ്സ് ആയിട്ടുള്ള പെൻഷൻ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവരും മുന്നോട്ട് വന്നു. അവർ ഇപ്പോൾ ലൈവിലായിരിക്കുകയാണ്. അവർക്ക് ചെറിയൊരു പെനാൽറ്റി ഉണ്ടായിരുന്നു, അതും അവരടച്ച് അവരും ലൈവിലായി. ഏകദേശം റോയപ്പെട്ടയിൽ നിന്ന് ഏകദേശം 6 പേരുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ജോസേട്ടാ? ഏകദേശം 6 പേരുണ്ട്. അതുപോലെ തിരുവട്ടിയൂർ ഇടവകയിലെ ആൻ്റണിയെ പ്രത്യേകം സ്മരിക്കുന്നു. തിരുവട്ടിയൂർ ഇടവകയിലെ പ്രതികരിച്ച് നമുക്ക് ഹിന്ദുക്കളുമുണ്ട്, നമ്മുടെ ലിസ്റ്റിൽ ഹിന്ദുക്കളുമുണ്ട്. തിരുവട്ടിയൂർ ഈവൻ ഒട്ടേരി ഇടവകയിൽ നിന്ന് ഹിന്ദുക്കളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൻ്റണി ഒത്തിരി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ സാലുചേട്ടൻ ചെയ്യുന്നതുപോലെ തന്നെ എല്ലാ വർഷവും ജനുവരി മുതൽ ഏകദേശം ഏപ്രിൽ മാസം വരെ തുടർച്ചയായിട്ട് അവരെ പിടികൂടി അവരെ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. പിന്നെ ചെറിയ ചില ആൾക്കാർക്ക്, നമ്മുടെ ആൾക്കാർക്ക് അറിയാമല്ലോ, ഇതൊക്കെ ഒരു ഫ്രീ ആണെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ചില പേർക്കൊക്കെ ഞങ്ങളോട് അങ്ങനെ ഇവിടെ ഇടപെട്ടു, ഞങ്ങളേതോ പൈസ വാങ്ങിച്ച് ഇത് ചെയ്യുന്നു എന്നുള്ള. ഇത് ഞങ്ങൾ ആരും പിതൃവേദിയിൽ ആകെ വാങ്ങിച്ചിരിക്കുന്നത് 150 രൂപയാണ്. ആ 150 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വെച്ചിട്ട് ട്രഷറർക്ക് ചെക്ക് ചെയ്യാം, 15,000 സംതിങ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ, പിതൃവേദി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഞങ്ങളുടെ ആ ടെന്യൂറിൽ 2019-2022. അതൊരു ചെറിയ എമൗണ്ടേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. ഞങ്ങളൊരു പിതൃവേദിക്ക് എന്തെങ്കിലും ഒരു ഇതായിക്കോട്ടെ, അല്ലാതെ ഞങ്ങളാരും പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളിത് ചെയ്യുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള സേവനമാണ്. ഞങ്ങളെ തമ്പുരാൻ ഓർക്കും. പിന്നെ ഈ 3,000 രൂപ വയസ്സായ ഒരു 75-80 വയസ്സവരൊക്കെ ജീവിച്ച അന്നത്തെ കാലത്ത് 3,000 രൂപയ്ക്ക് മേലെ കിട്ടും. ഓക്കെ, അന്നത്തെ കാലത്ത് ശരിക്കും ഒന്നിരുന്ന് ആലോചിക്കും, ഇതന്ന് ചെയ്തു തന്നത് ബെന്നിച്ചേട്ടനും സാലുചേട്ടനും ഇങ്ങനെ അടങ്ങുന്ന ടീമുകളാണല്ലോ, പിതൃവേദിയുടെ അന്നത്തെ 2019-22 ടീമിലാണല്ലോ എന്ന് ഓർത്താൽ അത് തന്നെ ഞങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം. അല്ലാതെ ഞങ്ങൾ ഒരു നേട്ടവും ഒരു ആദരവും ഒന്നും അർഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. ഓക്കെ, ഞങ്ങൾക്കിത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹം. ഞങ്ങൾ ആവതിടത്തോളം കാലം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ എന്തെങ്കിലും ഹെൽപ്പോ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഇങ്ങനെ ഒരു അവസരം തന്ന ഡേയ്സനച്ചനും ഈ ടീമംഗങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി സാലു ചേട്ടനും ബെന്നി ചേട്ടനും സെബാസ്റ്റ്യൻ ചേട്ടനും നല്ലൊരു കൈയോട് കൂടിയിട്ട് നമുക്ക് നന്ദി പറയാം.